ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. ഞങ്ങൾക്ക് നോമ്പ് തുടങ്ങുന്നത് ഇന്നാണ്. കരിക്കുറി പെരുന്നാളെന്നും ആഷ് വെനസ്ഡേ എന്നും വിഭൂതി പെരുന്നാളെന്നും ഒക്കെ പറയുന്നത് ഈ ഒരു ദിവസത്തിനാണ്. അപ്പോൾ ഈ ഒരു 50 നോമ്പ് പിടിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് തെറ്റായ ധാരണകളുണ്ട്. 50 നോമ്പ് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് സാധിക്കും എന്ന് വിചാരിച്ച് 50 നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. ഈ 50 നോമ്പ് പിടിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം, ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നോൺ വെജും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉപേക്ഷിക്കുക, വർജിക്കുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് ഈ സമയത്ത് ഒഴിവാക്കി നിർത്തുക, അതിനൊരു കൺട്രോൾ കൊടുക്കുക. അതുപോലെ മദ്യം ഉപേക്ഷിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് സെൽഫ് കൺട്രോൾ കിട്ടും. ഈ ഒരു 50 നോമ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇത്രയും നാൾ നമ്മൾ മാറ്റി വെച്ചെങ്കിൽ ഇനി നമ്മൾ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴെല്ലാം നമുക്ക് അതിനെ സുഖമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു നോമ്പ് ആചരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞതെന്നാണ് കേട്ടോ. എനിക്കത് ശരിയാണെന്ന് തോന്നി കേട്ടോ. ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ഏത്തപ്പഴവും ആയി. അടുത്ത് നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ആദ്യം കുറച്ച് സവാളയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ സവാള വറുക്കാൻ ഇട്ടിട്ട് മറ്റുള്ള കാര്യം ചെയ്യും. ഇന്ന് നിങ്ങളോട് പറയാനുള്ള ടോപ്പിക്ക്, നമ്മളുടെ ഒരു പ്രൈവറ്റ് പാർട്ട്, ആ ഒരു ബിക്നി ഏരിയ, അത് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ പീരിയഡ് ഡേയ്സ് ഒക്കെ കഴിയൂലേ, ആ സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്ന ഹെയർ റിമൂവറുകളും ഉണ്ടായിരിക്കുള്ളൂ. മിക്കവാറും അവിടെ ആ ഒരു രോമം നിങ്ങൾ ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളത് ബിക്നി ഏരിയ ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കുള്ള കാര്യങ്ങൾ, അവിടേക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ചിലവരവിടെ വാക്സ് ചെയ്യാറുണ്ട്, അതുപോലെ ഷേവ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അല്ലേ. അവിടെ ചുവന്ന് തടിക്കലും പിന്നെ ചൊറിച്ചിലായിട്ട് കുറേ നാൾ ചൊറിഞ്ഞ് പൊട്ടി ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളില്ലേ. അതിന് വേണ്ടിയിട്ട് എവർടീൻ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബിക്നി ലൈൻ ക്രീം ഹെയർ റിമൂവർ. ട്വിൻ പാക്കാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ കൂടി തന്നെ ഒരു സ്പാച്ചുല ഉണ്ട് കേട്ടോ. ഈ സ്പാച്ചുല വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നനഞ്ഞ തുണിയ, അല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞ ഒരു ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പറിൽ തുടച്ച് കളഞ്ഞാൽ മാത്രം മതി. അതിനോടൊപ്പം നമ്മളുടെ രോമങ്ങൾ ക്ലീൻ ആയിട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഇതിൽ നമ്മൾക്ക് മുറിവുകൾ സംഭവിക്കുന്നില്ല, മോശം സ്മെല്ലില്ല, റെഡ്നെസ് സംഭവിക്കുന്നില്ല, ഇൻഫ്ലമേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഒരു ഡാമേജ് നമ്മളുടെ സ്കിന്നിന് വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എവർടീനിൻ്റെ സൈറ്റ് നിങ്ങൾ കയറി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മേടിക്കാവുന്നതാണ്. താങ്ക് യു. അപ്പോൾ സവാള വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് നിന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റിയിട്ട് ആ പാനിലുള്ള എണ്ണയും ബാക്കി സവാള എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ വേറൊരു എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ സവാള വറുത്തായ എണ്ണ അതിനകത്തുണ്ട്. അപ്പോൾ ഈ കറിക്കുള്ള എണ്ണ അത്രയും തന്നെ മതി കേട്ടോ. അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഈ 3 പൊടികൾ മാത്രം ഇടണത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തക്കാളി, പച്ചമുളക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പിട്ട് ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് തൈര് കൂടി ചേർത്ത് നമ്മളുടെ ചിക്കൻ കഴുകി വെച്ചതും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കണം. പിറ്റേ ദിവസത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കണം. അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വലിയൊരു പണി തീർന്ന് പിറ്റേ ദിവസം നമുക്ക് റൈസ് വേവിക്കുക എന്നുള്ളൊരു ഒറ്റ പണി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വെറുതെ ഒന്ന് വേവിച്ചാൽ മാത്രം മതി. മിക്സ് എല്ലാം ചെയ്ത് വെച്ചേക്കണല്ലേ. അപ്പോൾ ഈ ഒരു
ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റണില്ല. അപ്പോൾ ഇത് ഏകദേശം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് റൈസ് വേവിച്ച് മുക്കാൽ വേവായിട്ട് ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് വെന്ത് കഴിയുമ്പോൾ കേട്ടോ, ഈ ചിക്കനും മുക്കാൽ ഭാഗം വേകണം, റൈസ് മുക്കാൽ ഭാഗം വെന്ത റൈസ് ആയിരിക്കണം, എന്നിട്ടാണ് ദം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിന് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ ചോറ് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയും കേട്ടോ. അങ്ങനെയാണ്, വറ്റിച്ചെടുക്കണില്ല. അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അവിടെ. ചോറ് വേവിക്കാനും വെച്ചിട്ടുണ്ട് മുഴുവൻ മസാലയൊക്കെ ഇട്ടിട്ട്. ആ സമയത്ത് എനിക്ക് പപ്പക്ക് കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബിരിയാണിക്ക് വേണ്ട ഇത്തിരി മല്ലിയിലയും പുതിനയിലയൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത്തിരി പൈനാപ്പിൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കറിയുടെ അകത്തേക്കും കുറച്ച് പൈനാപ്പിൾ ഇട്ട് മല്ലിയില ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ റൈസ് ഇടാൻ പോണേണ്. അപ്പോൾ ഇത് ഒരുപാട് മസാലയാണ്, ഇതിനകത്ത് അധികം റൈസ് കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കിലോ റൈസാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് പീസ് ഗ്രേവിയൊക്കെ മാറ്റി ഇനി അടുത്തൊരു ബിരിയാണി വെക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ദം ചെയ്യാം. അത്യാവശ്യം അരി വേവിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല വല്ലാതെ അങ്ങോട്ട് കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ ആ റൈസ് മുക്കാൽ ഭാഗം വെന്തതും ഈ ചിക്കൻ മുക്കാൽ ഭാഗം വെന്തതും നമ്മൾ ഒന്നിച്ചാക്കി ഇത്തിരി പൈനാപ്പിളൊക്കെ ഈ റൈസിൽ നമ്മളിട്ട് വറുത്ത് വെച്ചേക്കുന്ന സവാള നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയില്ലേ അതും ഇട്ട്. പിന്നെ നെയ്യ് ഇടുന്നത് ഈ ഒരു സമയത്താണ്. നെയ്യ് വളരെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഇടാം. നെയ്യുടെ രുചി മുന്നിൽ നിൽക്കണമെങ്കിൽ കൂടുതലിടാം. ഇപ്പോൾ നെയ്യ് വളരെ കുറഞ്ഞെന്ന് വിചാരിച്ച് ബിരിയാണിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ബിരിയാണി. ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ദം ബിരിയാണിയാണിത്. അപ്പോൾ അത് സെറ്റായി. ഇനി എനിക്കതിനകത്ത് നോക്കണ്ട, അതൊരു 10-15 മിനിറ്റ് വളരെ സിമ്മിലിട്ടിട്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള വേവ് നടക്കും, ആ സ്മെല്ലെല്ലാം കയറി ദമ്മായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇത്തിരി വഴുതനങ്ങ എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ അരിഞ്ഞിട്ടില്ല. അപ്പോൾ വഴുതനങ്ങ വാട്ടാനുള്ള മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുത്ത് ആദ്യം അതിന് വേണ്ട സവാള മാത്രം ഒന്ന് അരിഞ്ഞെടുത്ത് അത് വഴറ്റി വരണ നേരത്തിന് നമുക്ക് വേഗം സ്പീഡിൽ വഴുതനങ്ങയും കൂടി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരാൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെഴുക്ക് പുരട്ടിയും പിന്നെ തോരന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ ഇടൂലേ, അതല്ലേ തോരൻ എന്ന് പറയുന്നത്. മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ചിലർ പച്ചമുളക് മാത്രം ഇട്ട് ഇത്തിരി മഞ്ഞളൊക്കെ ഇട്ടിട്ട് പച്ചക്കറി ഇട്ട് വഴിച്ചെടുക്കുന്നതിന് മെഴുക്ക് പുരട്ടി എന്ന് പറയും. ഞങ്ങളൊക്കെ മുളക് പൊടിയും കൂടി ഇടും. ചിലവർ മുളക് പൊടി ഇടൂല, പച്ചമുളകിൻ്റെ എരിവിൽ അങ്ങനെ എടുക്കും. അപ്പോൾ അതാണ് മെഴുക്ക് പുരട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തോരനിൽ നമ്മൾ തേങ്ങ ചേർക്കും എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം, എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അന്നൊക്കെ എനിക്ക് കണ്ണടയില്ല, ഞാൻ ദിവസം ചെയ്തുകൊണ്ട് കൂടുതൽ ഞാൻ ആൾക്ക് ഒരു മറുപടിയും ഇടാൻ നിന്നില്ല. കാരണം എനിക്ക് കണ്ണട വെച്ച് കുറേ നേരം ഇരിക്കാൻ പറ്റാത്ത, കണ്ണട വേറെ പപ്പട കണ്ണടയൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും മറുപടിയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കമൻസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു വീഡിയോൻ്റെ കീഴിൽ മിക്കവർക്കും മറുപടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പാട്ട് പാടിയ വീഡിയോ ആയിരുന്നു. പാട്ട് പാടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒരു താങ്ക്സ് പോലും പറയാൻ എനിക്ക് സാധിച്ചില്ല അന്നത്തെ ദിവസം ഈ കണ്ണട പോയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ്. എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. നല്ലതായിട്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വഴുതനങ്ങ അവിടെ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വലിയ ജാറെടുത്തേക്കണോണ്ട് തേങ്ങ അരഞ്ഞു വരില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി തൈര് ചേർത്തിട്ട് തേങ്ങ അരച്ച്, കുറച്ച് തേങ്ങയുള്ളേ, അപ്പോൾ ചെറിയ ജാറെടുക്കണം. ചെറിയ ജാറെടുത്താൽ തൈരിൻ്റെ ഈ കട്ട മാറ്റാനായിട്ടൊന്ന് അടിച്ചെടുക്കാനും പറ്റില്ല, അത് കൊള്ളൂല അതിനകത്ത്. അപ്പോൾ ഏതായാലും വലിയ ജാറെടുത്ത് ആദ്യം ഇത്തിരി തേങ്ങയുടെ കൂട്ടത്തിൽ തൈര് ചേർത്ത് അരച്ചെടുത്ത് വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചേർത്തിട്ട് പിന്നെ മൊത്തത്തിലുള്ള തൈര് ചേർത്ത് പത്തി ഒന്ന് കറക്കിയെടുത്തിട്ട് ഇനി ജാറും കൂടി ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞ് വേഗം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒരു ബിരിയാണിയും ചിക്കനൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ അതെല്ലാം അപ്പം ഞാൻ ഇന്ന് റോജൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ബിരിയാണി വെക്കാമെന്ന് തലേദിവസം പറഞ്ഞെങ്കിൽ ഇന്ന് പറ്റുമെന്ന് തോന്നണില്ല. കാരണം പപ്പക്ക് വേറെ കറികൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി വറുത്ത മീൻ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ എന്തെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ ബിരിയാണി എല്ലാം കൂടി എനിക്ക് വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എന്തോ എനിക്ക് ചിക്കൻ ഇങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കണമല്ലേ, ഫ്രീസറിൽ നിന്നൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചിക്കൻ വന്ന സ്ഥിതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് സവാളയൊക്കെ വഴറ്റി വേപ്പിലയും വഴറ്റിയിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇനി ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് ചാറ് റെഡിയായി. കുമ്പളങ്ങ ഇട്ട മോര് ചാറ്. നിങ്ങളോട് ഞാൻ എല്ലാ സമ്മറിലും പറയുന്നൊരു കാര്യമാണ്, കുമ്പളങ്ങ നമ്മളുടെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വളരെ നല്ലൊരു മെഡിസിനാണ്. ഈ ഒരു സമ്മർ സമയത്ത് നമുക്ക് യൂറിനിൽ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുമ്പളങ്ങ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ ഞാൻ എല്ലാ സമ്മറിലും നിങ്ങളോട് പറയാറുണ്ട്. അത് വീണ്ടും ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായി. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ കുഴഞ്ഞ രീതിയിൽ എടുക്കുന്നത്. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അപ്പം എന്താ പരിപാടി? കവർ ഒട്ടിക്കണം. ഇത് റോജറിൻ്റെ അല്ലേ ഈ ആൽബം? റോജറിൻ്റെ ഫോട്ടോൻ്റെ ആൽബം ഇത്. റോജറിൻ്റെ ഫോട്ടോൻ്റെ ആൽബം ഇത്. എല്ലാം വിട്ട് ഇത്രയും പീസസ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി അപ്പോൾ ഒട്ടിക്കണേ. ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ടാ, കറികളെല്ലാം വെച്ച് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കണേണ്. സാലഡിനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 12:30 മുന്നേ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയുള്ളത് ഈ സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടി. എല്ലാം ചൂടായി നിൽക്കണോണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം വേസ്റ്റെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ആറി ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അത് ആ ജാറിൽ തന്നെ ഇരിക്കണേണ്, മിക്സ്ഡ് ജാറിൽ തന്നെ ഇരിക്കണേ. അപ്പോൾ ഇത്രയും സമയമായിട്ടുള്ളൂ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ആൽബത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആൽബങ്ങളെല്ലാം എടുത്ത് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയായിരുന്നല്ലോ, നമ്മൾ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. ആ സമയത്താണ് ആൽബം 2 ആൽബവും, അതായത് റോജറിൻ്റെതും റയൻ്റെതും. റിച്ചാർഡിൻ്റെ ആൽബത്തിന് കേടില്ല. ഇവരുടെ ഇളയ ആളുകളുടെ 2 പേരുടെ ആൽബം ഇങ്ങനെ പൊളിഞ്ഞ് അതിൻ്റെ പീസുകളെല്ലാം ഒരു 10-15 കഷ്ണമായിട്ട് വിട്ട് കിടക്കണേണ്. അന്ന് ഫോട്ടോസിനൊന്നും കുഴപ്പമില്ല, അതിൻ്റെ പേജസ് എല്ലാം നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ആ കവർ മാത്രമാണ് കേട്ടോ അങ്ങനെ അയക്കണം. അപ്പം ഞാൻ അന്നേ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് പുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല ഒരു കവർ പുറത്ത് ഇടിയിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞ് അതിനൊക്കെ ഒരുപാട് പൈസ അവർ മേടിക്കും, ഇത് ഞാൻ ചെയ്തു തരാം, ഇത് നല്ല വൃത്തിയായിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലെതർ ഒട്ടിക്കണ, ലെതറിൻ്റെ പോലത്തെ ഒരു പുറം കവറല്ലേ, അപ്പോൾ അത് ഒട്ടിക്കണ പശയൊക്കെ പപ്പ മേടിച്ചുകൊണ്ടൊന്ന് വെച്ച്. പിന്നെ കുറച്ച് ഫെവിക്കോള്, പേപ്പറുകളും കാർഡ്ബോർഡ് പീസൊക്കെ ഉള്ളിലുണ്ട്, അതൊക്കെ ഒട്ടിക്കാൻ കുറച്ച് ഫെവിക്കോൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു തോന്നൽ വരുമല്ലോ. നമ്മൾ എത്ര നേരം വെറുതെ ഇരുന്നാലും ചിലത് ചെയ്യാൻ തോന്നില്ല നമുക്ക്. എന്ന് പറഞ്ഞ പോലെ ഇത്രയും ദിവസം പപ്പ അത് ചെയ്യാതെ ഇപ്പോൾ 1 മാസം ആയി അത് അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പോൾ പപ്പയ്ക്ക് എന്തോ അത് ചെയ്യണമെന്ന് അങ്ങോട്ടുള്ള ഒരു തോന്നൽ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാനിരിക്കണേണ്. ചെയ്ത് ശരിയാകുമെന്ന് നോക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ പപ്പ അതവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. റോജർ മുകളിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. റോജർ മുകളിലിരുന്ന് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ അവന് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. അവന് എന്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തിനാണ് ഇത്രയും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കൂലേ ഇത്രയും ദിവസം വീട്ടിലെ ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നും. ഒരാഗ്രഹവും ഇല്ല. എന്താ വേണ്ടത്, ഇതുണ്ടാക്കട്ടെ അതുണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ അതൊന്നും വേണ്ടെന്ന്, എന്തെങ്കിലും മതി. പപ്പട പോലെ തന്നെയാണ്, പപ്പ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും മതി എന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണേ, എൻ്റെ ഇഷ്ടത്തിന് ഇത് അവന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ അവനായിട്ട് ഒരു സാധനവും വേണോ വേണ്ടേ ഇതൊന്നും അവൻ പറയൂല കേട്ടോ. അതൊക്കെ നമ്മുടെ റിച്ചാർഡ് തന്നെ. റിച്ചാർഡ് ഫുഡിയാണ്, അവന് എന്തും ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങോട്ട് കഴിക്കും. ഇവൻ അങ്ങനെ ഒന്നുമില്ല. റയനും ഏകദേശം നന്നായിട്ട് കഴിക്കും. പക്ഷേ ഇവനാണ് ഒട്ടും തന്നെ ഭക്ഷണം വേണ്ടാത്തത്. നിർബന്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആര് നിർബന്ധിച്ച് കൊടുക്കാനാണ്? അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഒരിത്തിരി കഴിച്ചിട്ട് ഇങ്ങനെ നടക്കും, അതാണ് കാര്യം.
അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി റൂബിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ഒന്ന് ചൂടാക്കി ഓണിൽ വെച്ചിട്ട് അതങ്ങനെ അവൾക്ക് കൊടുത്ത് അവിടെ വാതിക്കലിരുന്നിട്ടാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ കഴിക്കണതൊക്കെ ചൂടായതുകൊണ്ടേ. അത് കഴിഞ്ഞ് ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഇവളെ ഒന്ന് കിടത്തി ഉറക്കണേ കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ കിടക്കണത് ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് പായിട്ടിട്ട് ഞാനവിടെ കിടക്കുന്നുണ്ട്. റൂബി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഫ്ലോർ തണുത്ത് കിടക്കണല്ലേ, അപ്പോൾ അവളും സുഖമായിട്ട് കിടക്കും കേട്ടോ. പക്ഷേ വെയിലടിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഇട്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അവൾ കിടക്കണം കേട്ടോ. അവൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നാണം കേട്ടോ. അവൾ ഉറങ്ങണമെങ്കിൽ പോലും ക്യാമറ ഞാൻ ഓൺ ചെയ്തെങ്കിൽ അവൾക്കറിയാം. അതാണ് ഒന്ന് നിവർന്ന് ഒന്ന് കിടന്നത് കേട്ടോ. അപ്പോൾ കിടപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2:30 ആകാറായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഭക്ഷണം എടുക്കാൻ വന്നേക്കണം. കാരണം ആ സമയത്ത് ഇവർ കഴിക്കുള്ളൂ. അവർക്ക് നേരത്തെ കൊടുത്താൽ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റോജറും താഴേക്ക് വരണമല്ല. അപ്പോൾ അങ്ങനെ ആദ്യം പപ്പക്ക് തന്നെ ഞാൻ എടുത്തു കൊടുക്കണത്. എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇരിക്കണത്, എങ്കിലും ഞാൻ പപ്പക്ക് വിളമ്പിയത് കാണിച്ചാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ബിരിയാണിയും കഴിക്കണം, ഈ ചോറും കറിയും കഴിക്കണം. കാരണം ഈ ചോറും കറിയുടെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻ വറുത്തതുകൊണ്ട് വഴുതനങ്ങ മെഴുക്കുരുട്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ മോരുചാറ് അതിനേലും ഇഷ്ടമാണ്. അപ്പോൾ ഇത് 3 കോമ്പിനേഷനും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്നാലും എനിക്കിഷ്ടമാണ് ബിരിയാണി. ഇപ്പോൾ റോജർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി. നമ്മൾ അതിന് ബിരിയാണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അങ്ങനെ കഴിക്കാനൊന്നും തോന്നാറില്ല അങ്ങനെ. അപ്പോൾ ഇത് റോജറിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഞാനങ്ങനെ കഴിക്കണേനെ. അപ്പോൾ ആദ്യം ഞാൻ ബിരിയാണി കഴിച്ച് കുറച്ച് ബിരിയാണി കഴിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് റോജറിൻ്റെ ഒപ്പം ഞങ്ങൾ 3 കൂടി തന്നെ ഇരുന്നത്. അപ്പോൾ റോജറിൻ്റെ ഒപ്പം ഇത് കഴിക്കണത് അവൻ കണ്ടല്ല, ബിരിയാണി ഞാൻ കഴിക്കണത് കണ്ടല്ല. അപ്പം ഞാൻ പറഞ്ഞ് ബിരിയാണി കഴിച്ചിട്ട് ഞാനൊരു ഇത്തിരി ചോറും കറി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റോജർ എഴുതിയേക്ക് ഇതൊക്കെ എങ്ങാട് പോണു മമ്മി. ഞാൻ പറഞ്ഞേടാ നീ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. കാരണം അതുവരെയും നമുക്കൊരു തോന്നലില്ല എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കണമെന്നല്ല, ഭക്ഷണമെല്ലാം ഞാൻ കഴിക്കും എപ്പോഴും. പക്ഷേ ഒരു തോന്നലില്ല, പിന്നെ കഴിക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കണതാണ്. ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര വിശപ്പ്, ഭയങ്കര കഴിക്കണമെന്നുള്ള തോന്നൽ, അതുകൊണ്ട് കഴിക്കണതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരാ നടക്കട്ടെ എന്തെങ്കിലും ചെയ്യ് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ റോജറിന് എടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ എനിക്ക് ബിരിയാണിയൊക്കെ എടുത്തത് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പപ്പ നമ്മുടെ ആൽബത്തിൻ്റെ പണി തീരാത്തത് കൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ മൂടി വെച്ച്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് റോജർ ക്ഷീണിച്ചു പോയിരുന്നു. അങ്ങനെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ഞാനും ഫുഡൊക്കെ എടുത്ത് പപ്പയും കഴിച്ച് എല്ലാം കഴിഞ്ഞ് എന്നിട്ടാണിപ്പോൾ ഈ ഒരു ആൽബം ഞാൻ കാണിക്കുന്നത്. കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് പപ്പ ഭക്ഷണം കഴിക്കാൻ വന്നത്. അങ്ങനെയാണ് പപ്പ ഒരു കാര്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ പപ്പക്ക് വാരി കൊടുക്കും കേട്ടോ. സമയം തെറ്റിപ്പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാരി കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചേട്ടാ. അങ്ങനെ ആൽബം നല്ല അടിപൊളിയായിട്ട് ആ പഴയ സാധനങ്ങൾ തന്നെ, പുതിയതൊന്നും ചേർക്കാതെ അതിൽ ഉണ്ടായ സാധനങ്ങൾ തന്നെ ആക്കി വെച്ചിട്ട് ശരിയാക്കിയെടുത്തു. അപ്പോൾ റയൻ്റെ ആൽബം ആയിരുന്നത്. ഞാൻ വിചാരിച്ചു റോജൻ്റെ ആൽബമാണെന്ന്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് റയൻ്റെ ആൽബം എന്ന് മനസ്സിലായത്. അപ്പോൾ പപ്പക്കറിയാം റയൻ്റെ ആൽബമാണെന്ന്. ഞാൻ റോജൻ്റെ ആൽബം അല്ലേ എന്ന് പറയുമ്പോൾ പപ്പ മിണ്ടാതിരുന്നതാണ്. അങ്ങനെയാണ് പപ്പ. അങ്ങനെ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കി. അപ്പോൾ റോജറിൻ്റെ ആൽബവും റയൻ്റെ ആൽബവും ഏകദേശം ഒരു കളർ തന്നെയാണ്, ഈ പച്ച ഷെയ്ഡായിട്ടുള്ള ഇത്തിരി വ്യത്യാസമുള്ളാകെ. അപ്പോൾ ഇനി അടുത്തത് റോജറിൻ്റെ ആൽബം എടുത്തിട്ട് പപ്പ ശരിയാക്കും. കുറേ അധികം പണിയുണ്ട് കേട്ടോ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ലെതർ ഒട്ടിക്കുന്ന പോലത്തെ ചെരുപ്പൊക്കെ ഒട്ടിക്കൂലേ, അങ്ങനത്തെ ഒരു ഗമ്മാണ് മേടിക്കാനുള്ളത് കേട്ടോ. അത് വെച്ചിട്ടാണ് ഒട്ടിക്കണം. അല്ലാതെ ഫെവിക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ പേപ്പറുകൾ മാത്രമേ, ഉള്ളിലുള്ള കാർഡ്ബോർഡ് പീസൊക്കെ ഇല്ലേ, അത് മാത്രമേ ഒട്ടുള്ളൂ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ നോക്കിയത് റയൻ്റെ കുർബാനയ്ക്കുള്ള പണി ഉള്ള ഫോട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ പെട്ടുപോയി. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ച് അങ്ങനെ എല്ലാം നന്നായിട്ട് എടുത്തിട്ടാ. അപ്പോൾ ഇനി അടുത്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്തിരി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം റോജർ സാറ്റർഡേ പോകുമ്പോൾ റോജറിന് കുറച്ച് കറികൾ കൊടുത്തു വിടണം, പലഹാരം കൊടുത്തു വിടണം. എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും മനസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തു കൊടുക്കണം.
അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു പരിപാടിയാണിത്, ഇങ്ങനെ ഫുഡ് കൊടുത്തു വിടുക എന്നുള്ളത്. ഇവിടെ പപ്പയും മക്കൾ രണ്ടുപേരും ഇന്ന് വരെയും ഒരു കാര്യം, പപ്പ ഇന്ന് വരെയും ഒരു സാധനം പോലും കൊണ്ടുപോയിട്ടില്ല ഫുഡ്. കാരണം പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് റിച്ചാനും റയാനും ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ കൊണ്ടുപോകണം. സാധാരണ കപ്പലിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആളുകൾ കൊണ്ടുപോകാറുണ്ട്, ഇവർ കൊണ്ടുപോകില്ല. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഏതായാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. ചില വീഡിയോകളിലൊക്കെ ചിലവരങ്ങനെ ചെയ്തിട്ട് കൊടുത്തു വിടാൻ കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കോട്ടെ, അയ്യോ എന്തൊരു പാടാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിടാനുള്ളതൊക്കെ ചെയ്തു വെക്കണം, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിയാനുള്ളതൊക്കെ. അപ്പോൾ ഇത് വെള്ളം ചേർത്തരച്ച ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയില്ലേ ബിരിയാണിക്ക് വേണ്ടി, അതിൻ്റെ ബാക്കിയുണ്ട്. അത് പക്ഷേ ഞാനിതിന് ഉപയോഗിക്കില്ല. ഞാൻ എണ്ണ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അരച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് നമ്മുടെ അച്ചാറിനൊക്കെ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും നല്ലത്, വെള്ളം ചേർത്തിട്ട് അരക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ചേർത്ത് തന്നെ അരച്ച് വെച്ചേക്കുന്നുണ്ട്. മീൻ അച്ചാർ ഇടണം, മീൻ ഷാജിനോട് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്ന് തന്നാൽ ഇടും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കാണിക്കാം, ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള. പിന്നെ റോജർ ഇവിടെ വന്ന് തിങ്കളാഴ്ച പോകുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സൺഡേ എവിടേക്കെയോ കറങ്ങാൻ പോകുന്നുണ്ട്, നീ ഇല്ലാതെ പറ്റില്ല, നീ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അവൻ സാറ്റർഡേ പോകുന്നുണ്ട്. സാറ്റർഡേ പോകുമ്പോൾ അത് രാവിലെ എത്തുമല്ല, സൺഡേ രാവിലെ എത്തും. പിന്നെ പിറ്റേ ദിവസം അവന് ഓൺലൈൻ വർക്കാണ്, ചൊവ്വാഴ്ചയാണ് ഓഫ്ലൈൻ ആകുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി റെസ്റ്റ് കിട്ടിയിട്ട് പോകല്ല. അപ്പോൾ അവൻ പറഞ്ഞ് തിങ്കളാഴ്ച പോയി കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നേരെ ഓഫീസിലേക്ക് പോകേണ്ടി വരും. അത്രയും സമയത്തായിരിക്കും അവിടെ എത്തണത്. ചൊവ്വാഴ്ച ഓഫ്ലൈൻ ആണല്ലോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് അവൻ സാറ്റർഡേ പോണത്. ചേട്ടൻ വന്ന് കൊച്ചിൻ്റെ വട്ടും തുടങ്ങി. നിനക്കേ പറ്റുള്ളൂടാ ഇത്രയൊക്കെ നേരം നിൽക്കാൻ, നമ്മളതുകൊണ്ട് പറ്റില്ല. മതി ഇങ്ങോട്ട് പോരി. അപ്പോൾ ഇടയ്ക്ക് ചേട്ടൻ വന്നിങ്ങനെ കളിപ്പിക്കും. പിന്നെ പപ്പ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ അതിനൊക്കെ പോകും. നേരത്തെയൊക്കെ പോകില്ലായിരുന്നു അങ്ങനെ, ഞാനില്ലാതെ ഒന്നും ആരുടെ കൂടെ പോകില്ല. ഇപ്പം അങ്ങനെയല്ല, മുകളിലൊക്കെ പോയി ടെറസിൻ്റെ മുകളിൽ ഓടി നടക്കുക, അവിടെ അപ്പിയിടും, നമ്പർ 1 അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ വരും. വലിയ ആളെപ്പോലെ ഇപ്പം റുട്ടീനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് റൂബിയുടെ. ഈ പൂക്കളൊക്കെ ഇപ്പം ഞാൻ ഒരു 6 മണി 6:30 ഇരുട്ടായപ്പോഴത്തേക്കും എടുത്ത വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വേറൊരു കളറായിട്ട് തോന്നും. എല്ലാ പൂക്കളും ഒക്കെ വേറെ വേറെ കളർ പോലെ തോന്നും ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ. പകൽ സമയത്ത് എടുക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടല്ലേ കാണണം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രസമാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന, ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്